അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 54 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 54 മുതലുള്ള തിരുവചനം. അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സൗൽ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബാസ്നച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് ദിനത്തിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് ഉണ്ടായ ഒരു മാനസാന്തരം. കൊച്ചുത്രേസ്യ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛന് തോന്നുന്നത് 7 വയസ്സ് ഉള്ളപ്പോഴാണെന്നാണ് തെറ്റുവരാ. അച്ഛന്റെ ഓർമ്മയിൽ പെട്ടെന്ന് അച്ഛൻ ഓർക്കുന്നത് കൊണ്ട് പറയുന്നു. കൊച്ചുത്രേസ്യയ്ക്ക് 7 വയസ്സ് പ്രായമുള്ള സമയത്ത് ഈ കുട്ടികൾക്ക് ഓരോ പ്രാവശ്യവും ദേവാലയത്തിൽ നിന്ന് തിരിച്ചു വരുന്നു കഴിയുമ്പോൾ രാത്രി കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിലുള്ള ഏറ്റവും ചെറിയ കുട്ടിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പതിവ്. ഈ സമ്മാനങ്ങൾ വെക്കുന്നത് അവരുടെ ഷൂസിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിലെ സമ്മാനങ്ങളൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞിടും. അപ്പോ തിരിച്ചു വന്നു കഴിയുമ്പോൾ, പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന നമ്മൾ സമ്മാനം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയി കിടക്കും? ഇല്ല. നമുക്കുള്ള സമ്മാനം വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഓടിച്ചെന്ന് അത് പൊക്കും, സമ്മാനം വെക്കും, അത് തുറക്കും, സമ്മാനത്തിൽ സന്തോഷിക്കും, കൈയടിച്ച് കർത്താവിനാണ്. അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടിയായിരുന്ന കൊച്ചുത്രേസ്യ സമ്മാനം കിട്ടുന്ന നേരത്ത് ദേവാലയത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം സമ്മാനം വെച്ചിട്ടുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് ചീറിപ്പാഞ്ഞ് ഓടുന്നു. പൊതിഞ്ഞിട്ടിരിക്കുന്ന തുണി അത് പൊക്കി മാറ്റുന്നു. നോക്കുമ്പോൾ അവിടെ സമ്മാനമൊന്നുമില്ല.
ഒരു സമ്മാനവും അവിടെ വെച്ചിട്ടില്ല. നിങ്ങളൊന്ന് നിങ്ങളുടെ വീട്ടിലെ 2ാം ക്ലാസ്സിലെ കൊച്ചിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ തന്നെ അവര് ഫ്രീ ഫയർ കളിക്കും. ഫോണിലല്ലെന്നുള്ളു, നിങ്ങളുടെ മേത്തേക്കായിരിക്കും ഫ്രീ ഫയർ. എന്തായാലും കൊച്ചു ത്രേസ്യയുടെ ഹൃദയം വിങ്ങി പൊട്ടി, കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. സമ്മാനമില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? എന്റെ അപ്പൻ എന്നോട് സ്നേഹമില്ല എന്ന്, എന്റെ ചേച്ചിമാർക്ക് എന്നോട് സ്നേഹമില്ല എന്നാണ്. അപ്പൊ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ഇപ്പോഴും ഉണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സമ്മാനം. ഹല്ലേലൂയ. അപ്പോൾ ഇവളുടെ ഹൃദയം പലവിധത്തിലുള്ള വികാരങ്ങൾ, ഒന്നും സമ്മാനം കിട്ടിയിട്ടില്ല. അപ്പൊ ഇവർക്കൊന്നും എന്നോട് ഇപ്പൊ സ്നേഹമില്ല. അമ്മയില്ലാത്ത കൊച്ച, അമ്മ മരിച്ചത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കുഞ്ഞിന്റെ ഇവള് പോയിട്ട് അപ്പൊ ഇങ്ങനെ കണ്ണീര് വന്നു, സങ്കടം വന്നു. ആരോടും ഒന്നും മിണ്ടാതെ അവള് മുകളിലത്തെ 2 നില വീട്, മുകളിലത്തെ മുറിയിൽ പോയിട്ട് അവിടെ കവന്നടിച്ച് കിടന്ന് അങ്ങോട്ട് കരഞ്ഞ് 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 ഉറങ്ങിപ്പോയി. കൊച്ചു ത്രേസ്യ പറയുകയാണ്, ആ ക്രിസ്തുമസ് രാത്രി എന്റെ ഒരു മാനസാന്തരത്തിന്റെ രാത്രിയായിരുന്നു. കൊച്ചു ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്, 3 വയസ്സ് മുതൽ എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ ഒരു കാര്യത്തിലും എന്റെ ദൈവത്തെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വിശുദ്ധയാണ് പറയുന്നത്. അതെന്റെ മാനസാന്തരത്തിന്റെ രാത്രിയായിരുന്നു. ഈ പുണ്യവതിക്കുണ്ടായ മാനസാന്തരം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ മാനസാന്തരം അവൾക്ക് തന്നെ മറക്കുന്നതിനുള്ള ഒരു കൃപ കിട്ടിയ ഒരു മാനസാന്തരമാണ്. അതായത് അവൾ തനിക്ക് കിട്ടുന്ന സമ്മാനങ്ങളിൽ ഒരല്പമെങ്കിലും ഹൃദയം വെച്ചിട്ടുണ്ട്. തനിക്ക് കിട്ടുന്ന സ്നേഹത്തിന്റെ ആ പൊതിഞ്ഞു പിടിക്കലുകളിൽ തന്റെ ഹൃദയം ഉടക്കി കിടക്കുന്നുണ്ട്. അപ്പനോടുള്ള സ്നേഹം, സഹോദരിമാരോടുള്ള സ്നേഹം, അവരുടെ പരിഗണന, അവരുടെ ലാളന, ഇതിന്റെയൊക്കെ ചുറ്റുമാണ് ഈ കുഞ്ഞ് നിൽക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവള് പറയുകയാണ്, ആ രാത്രി ഞാൻ കരഞ്ഞ് കരഞ്ഞൊരു പക്വത പ്രാപിച്ചു. എന്താണ് ആ പക്വത? ഇനി ദൈവത്തിന്റെ പ്രീതി മാത്രം അന്വേഷിക്കുക, ദൈവമാകുന്ന സമ്മാനം മാത്രം അന്വേഷിക്കുക എന്ന ഒരു പക്വതയിലേക്ക് എന്റെ ഹൃദയം കുറെ വളർന്ന ഒരു രാത്രിയായിരുന്നു ആ ക്രിസ്തുമസ് രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ദൈവത്തിനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യുകയില്ല എന്ന് നേരത്തെ തീരുമാനമെടുത്തിട്ടുള്ളവളാണ് അവൾ. പക്ഷെ ഇപ്പോൾ അവൾ ഒരു പുതിയ തീരുമാനമെടുക്കുകയാണ്. ഞാൻ കർത്താവിന്റെ സന്തോഷം മാത്രം തേടുന്ന ഒരാളായിട്ട് ഞാൻ ജീവിക്കും. ദൈവത്തെ പ്രീതിപ്പെടുത്തുക, ദൈവത്തിന് വേണ്ടി സ്വയം മറക്കുക എന്ന ഒരു ജീവിത രീതി അവളിൽ വളരുകയാണ്. എന്താണ് ജീവിത രീതിയുടെ പേര്? സ്വയം മറക്കുക എന്ന ഒരു ജീവിത രീതി. ഇംഗ്ലീഷിൽ അതിനെ സെൽഫ് ഫോർഗറ്റ്ഫുൾനെസ് എന്നാണ് പറയുന്നത്. എന്താണ് സെൽഫ് ഫോർഗറ്റ്ഫുൾനെസ്? സ്വയം മറക്കുക എന്ന ഒരു ജീവിത രീതി. പ്രിയപ്പെട്ടവരെ, അച്ഛൻ വിശുദ്ധ സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ സ്വയം മറക്കുക എന്ന ജീവിത രീതി 5-ാം സദനത്തിൽ ആയിരിക്കുന്ന 5-ാം സദനത്തിലെ ആത്മാക്കളുടെ പ്രത്യേകതകളിൽ അമ്മ ത്രേസ്യ പറയുന്ന 1-ാമത്തെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 5-ാം സദനത്തെ കുറിച്ച് അച്ഛൻ 35 പേജുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവരൊന്ന് കരമുയർത്താവോ? കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവര് ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു?
ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ ഉപയോഗിക്കുന്നവരാകരുത്. ആണായാലും പെണ്ണായാലും ദൈവത്തിന്റെ ഒരു സ്വപ്നമാണ്. സാംസനെ കുറിച്ച് ആ സ്വപ്നമുണ്ടായിരുന്നു, സ്നാപക യോഹന്നാനെ കുറിച്ച് ആ സ്വപ്നമുണ്ടായിരുന്നു. അതുപോലെ ദൈവത്തിനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ആ സ്വപ്നമുണ്ട്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഈ ക്രിസ്തുമസിന് ഒരു തുള്ളി മദ്യം പോലും വിളമ്പാതിരുന്ന കുടുംബങ്ങളൊന്ന് കരമുയർത്താവോ? അച്ഛന് വളരെ സന്തോഷം. ഒത്തിരിയേറെ മക്കളുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് അതൊക്കെയാണ്. അച്ഛൻ അതൊന്നും ആവർത്തിക്കുന്നില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണ്? ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ എഴുതിയ അഭ്യന്തര ഹർമ്മ്യം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? 7 ഭാഗങ്ങളാണുള്ളത്. ഈ 7 ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ആത്മാവിന്റെ 7 തലങ്ങളെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മാവിനെ എത്രയായിട്ട് ഭാഗിച്ചിരിക്കുന്നു? നമ്മുടെ ആത്മാവിന്റെ പ്രാർത്ഥനാ യാത്രയെ എത്രയായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്? 7 ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ഈ 7ാമത്തെ സദനത്തിന്റെ ഉള്ളിൽ 7ാമത്തെ ഭാഗത്ത് എന്താണുള്ളത്? പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു. മറ്റു ഭാഗങ്ങളിൽ എന്താണുള്ളത്? ആ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ദൈവം വസിക്കുന്ന സ്ഥലത്ത് ചെല്ലുകയാണ്. ദൈവം വസിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവവുമായി നമ്മൾ ഐക്യം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. പുഴ കടലിൽ ചെല്ലുമ്പോൾ എന്താണ് പുഴയ്ക്ക് സംഭവിക്കുന്നത്? കടലായി മാറുകയാണ്. ഹല്ലേലൂയ. അടുപ്പിൽ കിടക്കുന്ന വിറകിന് എന്താണ് സംഭവിക്കുന്നത്? വിറക് തീയായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സ്നേഹസാഗരത്തിലേക്ക്, ദൈവമാകുന്ന സ്നേഹസാഗരത്തിലേക്ക് ലയിക്കുന്ന നമ്മളാകുന്ന പുഴ എന്തായി മാറും? സ്നേഹസാഗരമായി മാറും. ദൈവമാകുന്ന കരുണയിലേക്ക് ലയിക്കുന്ന നമ്മൾ എന്തായി മാറും? കരുണയായി, ദൈവകരുണയായി മാറും. ദൈവമെന്ന വിനയത്തിന്റെ കടലിലേക്ക് ലയിക്കുന്ന ആ പുൽക്കൂട്ടിൽ ലാളിത്യത്തിന്റെ ആൾ രൂപമായി സ്വയം തന്നെ താഴ്ത്തി കൈകാലിട്ടടിക്കുന്ന ഒരു കുഞ്ഞായി കിടക്കുന്ന ആ ലാളിത്യത്തിലേക്ക്, വിനയത്തിലേക്ക് ലയിക്കുന്ന നമ്മൾ ആരായി മാറും? ദൈവികമായ വിനയമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിനയമായി മാറുമ്പോൾ നമ്മൾ ആർക്ക് ചേർന്ന മനുഷ്യനായിട്ട് മാറും? ഈശോയ്ക്ക് ചേർന്ന മനുഷ്യനായിട്ട് മാറും. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഹൈയസ്റ്റ് കോംപ്ലിമെന്റ് എന്താണെന്നറിയാവോ? എന്താണ് ചേച്ചി പറഞ്ഞത്? ഈശോയോട് താദാത്മ്യം പ്രാപിച്ച മകൻ എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ്, അല്ലേ? കൈയടിച്ചു വന്ന് കർത്താവിന് തന്നെ പറഞ്ഞു. അച്ഛന്റെ ഈ ഫ്ലാസ്കും അച്ഛനെ തന്നെ ഈ ചേച്ചിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയും വലിയ ഉത്തരവാണ് ചേച്ചി പറഞ്ഞത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ചേച്ചി ഇത്തിരി വിശദീകരിച്ചാണ് പറഞ്ഞത്. ഈശോയോട് താദാത്മ്യം പ്രാപിച്ച ഒരു മകൻ, ഒരു മകൾ എന്ന് പറയാവുന്നതാണ്. കുറച്ചുകൂടി ഒന്ന് ചുരുക്കി പറഞ്ഞു.
ഈശോയെ പോലെ ഈശോയെ പോലെ ആയ മനുഷ്യൻ അല്ലേ? ഇത് ഈ ടാപ്പ് അങ്ങോട്ട് വരട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം കൃത്യമാണ്. എന്താണ്? ഈശോയെ പോലെയായ ഒരു മകൻ, ഈശോയെ പോലെ ആയിത്തീർന്ന ഒരു മകൾ എന്ന് പറയാൻ ഒരു മനുഷ്യനെ കുറിച്ച് സാധിച്ചാൽ അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. അതിലും വലുതായിട്ട് ഒരു മനുഷ്യൻ, അതിലും കൂടുതലായിട്ട് ഒരു ഇത്തിരിയും കൂടി കൂട്ടി പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറയാണ്, നിങ്ങളുടെ ജീവിതം ഈശോയുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജീവിതം പോലെയാണ്, നിങ്ങളുടെ കരുണ ഈശോയുടെ കരുണ പോലെയാണെന്ന് നിങ്ങളെ നോക്കി ഒരാൾ പറയുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കാണ് ഇത്തിരിയും കൂടി കൂട്ടിപ്പറ എന്ന് വിചാരിച്ചാൽ കൂട്ടിപ്പറയാൻ പറ്റില്ല. അതാണ് നമുക്ക് സൂര്യനെ പോലെയാണ്, ചന്ദ്രനെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത്തിരി കൂട്ടി പറയാൻ പറ്റും അല്ലേ? പക്ഷേ ഒരാൾ ഈശോയെ പോലെയാണ്, സണ്ണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞു, ഈ സണ്ണിച്ചേട്ടൻ ഈശോയെ പോലെയാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചുകൂടി കൂട്ടി പറയാൻ. ഹല്ലേലൂയ. അപ്പോൾ കാരണം അതാണ് അതിന്റെ പൂർണ്ണത, അതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. ഹല്ലേലൂയ. മനുഷ്യനുള്ള ഗുണങ്ങളുടെ എല്ലാം ഹയ്യസ്റ്റ് ഫോമാണ് ദൈവമെന്ന് പറയുന്നത്. ദൈവത്തിന്റെ നല്ല മനസ്സ്, ആ നല്ല മനസ്സിനപ്പുറം വേറൊരു നല്ല മനസ്സില്ല. അതാണ് ഇന്നത്തെ ആരംഭത്തിലുള്ള പ്രഭാതത്തിലുള്ള പ്രഭാഷണത്തിൽ നല്ല മനസ്സിനെ കുറിച്ച് സെബാസ്റ്റ്യൻ പറഞ്ഞത്. ദൈവത്തിന്റെ നല്ല മനസ്സ്, നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. അതായത് നല്ല മനസ്സുള്ളത് ആർക്കാണ്? ദൈവത്തിനാണ്. നിനക്ക് ദൈവത്തിന്റെ മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്തുണ്ടാകും? അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് പറഞ്ഞ്, നിനക്ക് ദൈവത്തിന്റെ മനസ്സുണ്ടെങ്കിൽ നിനക്ക് സമാധാനമുണ്ടാകും. ശരിക്ക് കൊടുത്തു, കൈ കൊടുത്തു, കാശൊന്നും കൊടുക്കണ്ട, കൈ കൊടുത്താൽ മതി. ഒരു ചിരി പറ്റുകയാണെങ്കിൽ കൊടുത്തു. ക്രിസ്മസ് അല്ലേ, കേക്ക് കൊടുക്കണമെന്നില്ല, ഇല്ലേ? കയ്യിൽ കേക്കില്ലല്ലോ. അപ്പോൾ കൈ കൊടുത്തിട്ട് ചിരിച്ചിട്ട് പറഞ്ഞ്, നിനക്ക് ദൈവത്തിന്റെ മനസ്സുണ്ടെങ്കിൽ നിനക്ക് സമാധാനമുണ്ടാകും. ഇനി മുഖത്ത് നോക്കാതെ ഇങ്ങനെ പറഞ്ഞോ, ദൈവത്തിന്റെ മനസ്സില്ലെങ്കിൽ പറഞ്ഞോ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? നമുക്ക് ആരുടെയും മുഖത്ത് നോക്കി പറയണ്ട. നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുഖത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അച്ഛന്റെ മുഖത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ മനസ്സ് ഇല്ലാത്തതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മൾ പുൽക്കൂട്ടിൽ ചെല്ലുന്നത് എന്ത് മേടിക്കാനാണ്? ഹല്ലേലൂയ. അല്ലേ? നമ്മൾ കടകളിലൊക്കെ പോകുന്നത് എന്തെങ്കിലും മേടിക്കാനല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ അരി സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് 10 കിലോ പോത്തിറച്ചി തരാൻ പറയില്ലല്ലോ, ഇല്ല. അപ്പോൾ പുൽക്കൂട്ടിൽ നമ്മൾ പോകുന്നത് എന്ത് മേടിക്കാനാണ്? ദൈവത്തിന്റെ മനസ്സ് സ്വന്തം മേടിക്കാൻ വേണ്ടിയല്ല. നമ്മൾ പുൽക്കൂടിന്റെ മുമ്പിലേക്ക് യാത്ര ചെയ്യുന്നത് വെറുതെ കണ്ടിട്ട്. ചില ആളുകളുണ്ട്, ശ്രീകണ്ഠാപുരത്ത് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ കാണാൻ, തൃശ്ശൂര് ഒരു പുൽക്കൂടുണ്ടെന്ന് പറഞ്ഞ് അവിടെ കാണാൻ പോകും. തിരുവനന്തപുരത്തേക്ക് ഇത്തിരി ദൂരം കൂടുതലായതുകൊണ്ട് അങ്ങോട്ടായി പോകും. അപ്പൊ ഇവിടെ പറ്റുന്ന സ്ഥലത്തൊക്കെ പുൽക്കൂട് കണ്ട് നടക്കുന്ന ചില ആളുകൾ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാ വെറുതെ? അത് പുൽക്കൂട് കാണുന്നു, ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, ശരി. അതിനപ്പുറം ഈ പുൽക്കൂട്ടിൽ നിന്ന് നീ കർത്താവിന്റെ ഹൃദയത്തെ എടുക്കുന്നുണ്ടോ? നീ കർത്താവിന്റെ മനസ്സിനെ നിന്റെ മനസ്സിലേക്ക് സ്വാംശീകരിക്കുന്നുണ്ടോ? പുൽക്കൂടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നീ പറയേണ്ടത്, പുൽക്കൂട്ടിലുള്ള ഉണ്ണിയോട് പറയേണ്ടത്, ഉണ്ണീശോയെ, നിന്റെ മനസ്സുപോലെ എനിക്കൊരു മനസ്സ് നൽകണമേ, എന്റെ മനസ്സിനെ നിന്റെ മനസ്സുപോലെ ആക്കി തീർക്കണമേ.
എന്റെ ജീവിതത്തെ നിന്നിൽ ലയിപ്പിക്കണമേ. നീയാകുന്ന കരുണാസാഗരത്തിൽ എന്റെ ജീവിതത്തിന് ചെന്ന് അലിഞ്ഞു ചേരാൻ സാധിക്കട്ടെ. നീയാകുന്ന വെളിച്ചത്തിൽ ഞാൻ അലിഞ്ഞു ചേരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയാണ്. അപ്പോൾ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ദൈവത്തിന്റെ മനസ്സാണ്. ദൈവത്തിന്റെ മനസ്സ് സ്വന്തമാക്കുന്നതിന്റെ പേരാണ് നമ്മൾ ദൈവത്തിന്റെ മനസ്സ് സ്വന്തമാക്കിയെടുക്കുന്നതിന്റെ പേരാണ്. എന്റെ കർത്താവേ, അച്ഛൻ ഇവിടെ ഇരിക്കുന്ന എല്ലാം എടുത്തു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ. ഹല്ലേലൂയ. അതിനെയാണ് രൂപാന്തരീകരണം എന്ന്. ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. സന്തോഷം. പറഞ്ഞായിരുന്നു, കേട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് മാറ്റം വന്ന് ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ വളരുന്നതിന്റെ പേരാണ്, പ്രിയപ്പെട്ടവരെ, രൂപാന്തരീകരണം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ ഈ അഞ്ചാം സദനത്തിലുള്ള മനുഷ്യർക്ക് നമ്മൾ ഒന്ന് കഴിഞ്ഞു. ഒന്നിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ആത്മബോധത്തിന്റെ ഒന്നാം സദനം. രണ്ടാം സദനത്തിൽ എന്താണ്? ആത്മസംഘർഷണം. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാൻ പറ്റുന്നില്ല. തിന്മ ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നു, ചെയ്തു പോകുന്നു. ആത്മസംഘർഷം. മൂന്നാമതായിട്ട് ആത്മീയമായ ആഗ്രഹങ്ങൾ. കർത്താവിനോടുകൂടെ ആയിരിക്കണം, പാപത്തിന് മരിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയെ കാണണം, ഈശോയെ കേൾക്കണം. ഇതാണ് ആത്മീയമായ ആഗ്രഹങ്ങൾ. നാലാമതായി ദൈവ സാന്നിധ്യത്തിന്റെ നാലാം സദനം. ഞാൻ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത് ഇമ്മാനുവേലാണ്. ദൈവം നമ്മോടുകൂടെയാണ്. നമ്മോടുകൂടെയായ ദൈവത്തിന്റെ കൂടെ നമ്മൾ വസിക്കുന്നതിനെയാണ് നമ്മൾ ദൈവ സാന്നിധ്യ അനുഭവം എന്ന് പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മോടുകൂടെ വസിക്കുന്ന ദൈവത്തിന്റെ കൂടെ നമ്മൾ വസിക്കുന്ന അനുഭവമാണ് ദൈവ സാന്നിധ്യ അനുഭവം. ഹല്ലേലൂയ. നമ്മൾ പാട്ടുപാടി ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. എപ്പോഴൊക്കെയാണ് ദൈവം നമ്മോടുകൂടെയുള്ളത്? സമയം ഏതാണ്? 24x7 ദൈവം നമ്മോടുകൂടെയുള്ള സമയം 24x7 എന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പോഴുമാണ്. അത് നോൺ സ്റ്റോപ്പാണ് ദൈവം നമ്മോടുകൂടെയുള്ളത്. നമ്മൾ ദൈവത്തോടു കൂടെയുള്ളത് എങ്ങനെയാണ്? അത് അച്ഛന്റെ മനസ്സിലേക്ക് ഒരു ഉദാഹരണം വരുന്നത്, നമ്മൾ ദൈവത്തിന്റെ കൂടെയുള്ളത്, ദൈവം നമ്മോട് കൂടെയുള്ളത് ഇപ്പോഴത്തെ ചാനലുകൾ പോലെയാണ്. 24x7 ആണ്. നമ്മൾ ദൈവത്തോട് കൂടെയുള്ളത് ഒരു 10-30 വർഷം മുമ്പത്തെ ദൂരദർശൻ പോലെയാണ്. ഹല്ലേലൂയ. അത് വൈകിട്ട് ഒരു 5 മണിയാവുമ്പോ കുറെ നേരം കീന്നും പറഞ്ഞൊരു ശബ്ദം വന്നിട്ട് 5 മണിയായി, 2 മിനിറ്റ് കഴിയുമ്പോ ഒരു എന്തോ ഒന്ന് തെളിഞ്ഞു വന്നു. ഓർക്കുന്നോടെ ഒന്ന് കൈവക്കി പണ്ടത്തെ ദൂരദർശൻ ഓൺ ചെയ്തു. ഹല്ലേലൂയ. പണ്ടിച്ചേട്ടൻ ഓർക്കത്തില്ല, അന്ന് ഇവിടെ TV കറണ്ട് ഒന്നും ഇല്ല, മലബാറല്ലേ, ഉണ്ടല്ലേ? ഹല്ലേലൂയ. അപ്പൊ വല്ലപ്പോഴും ഒരു പരിപാടി അല്ലേ, 5 മണിക്ക് ഒരു വാർത്ത, 5:30 ഒരു മലയാള സിനിമ, തീർന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ അതുപോലെയാണ് നമ്മൾ ദൈവത്തിന്റെ കൂടെ ഉള്ളത്. 24x7. കർത്താവ് 24x7 ആണെങ്കിലും നമ്മൾ ഇപ്പോഴും പഴയ ആകാശവാണി, അതിനെപ്പോഴും റേഞ്ച്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉള്ളതുപോലെ നമ്മൾ ദൈവത്തോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കാനാണ്. കൈയടിച്ച് നന്ദി പറയാം. അതിനെയാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്? നിത്യതയിലുള്ള അനുഭവം എന്താണ്? എപ്പോഴും ദൈവം നമ്മോടുകൂടെയുണ്ട്, എപ്പോഴും നമ്മളും ദൈവത്തോട് കൂടെയുണ്ട്. അതാണ് നിത്യത, അതാണ് സ്വർഗം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ എപ്രകാരമായിരിക്കുമോ നമ്മൾ എപ്പോഴും ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ കേട്ടുകൊണ്ട് ആയിരിക്കുന്നത്? സ്വർഗത്തിൽ വേറെ വല്ല കാഴ്ചയുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ വേറെ വല്ല കേൾവിയുണ്ടോ? ഇല്ല. ദൈവദർശനമാണ് സ്വർഗത്തിലുള്ളത്. ദൈവത്തിന്റെ വചനമാണ് സ്വർഗത്തിൽ മുഴങ്ങുന്നത്. ദൈവസ്തുതികളാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പാടിയ പാട്ടിൽ പാടിയത്, ദൈവമേ നിന്നെ കണ്ട കണ്ണുകൾ കൊണ്ട് ഇനി നിന്നെ കണ്ട കണ്ണുകൾക്കിനി വേറെന്തു വേണം കാണാൻ, അല്ലേ? ഹല്ലേലൂയ. ശിമയോൻ ദേവാലയത്തിലേക്ക് വന്നു. ദേവാലയത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും കൂടെ ഉണ്ണിയെ കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ശിമയോൻ നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ശിമയോൻ ഈ ഉണ്ണിയെ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു, സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. അതായത് ഈ ഉണ്ണിയെ കണ്ട കണ്ണുകൊണ്ട് ഇനി എനിക്ക് വേറെ ഒന്നും കാണണ്ട. ഹല്ലേലൂയ. നിൻമുഖം കാണാൻ കഴിഞ്ഞ എൻ കണ്ണുകൾക്കിനി വേറെന്തു വേണം കാണാൻ? പടിയേ. നിൻമുഖം കാണാൻ കഴിഞ്ഞ എൻ കണ്ണുകൾക്കിനി വേറെന്തു വേണം കാണാൻ? ഹല്ലേലൂയ. കർത്താവിനെ കണ്ടവർക്ക് പിന്നെ ഈ ലോകത്തിലുള്ള വേറൊന്നും കാണാൻ താല്പര്യം തോന്നുന്നില്ല. ഹല്ലേലൂയ. വേറെന്ത് കണ്ടിട്ടും തൃപ്തി വരുന്നില്ല. കാരണം എന്റെ കണ്ണുകൾ കർത്താവിനെ കണ്ട കണ്ണുകളാണ്. അതുകൊണ്ട് ഇതിലും നല്ലത് വേറെ ഒന്നും കാണാൻ ഇല്ലാത്തത് കൊണ്ട് ഇനി എനിക്ക് വേറെ ഒന്നും കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നല്ല സുഗന്ധമുള്ള ഒരു റോസാപ്പൂ ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരാള് വന്നിട്ട് ഒരു പഴയ ചെമ്പരത്തി പൂ തരുന്നത്. അതിപ്പോ നിങ്ങൾ റോസാപ്പൂ മാറ്റിയിട്ട് ചെമ്പരത്തി പൂ മണത്തു നോക്കും. അപ്പോ അപ്പൊ അത് നമുക്ക് അട്രാക്ഷൻ അല്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ കർത്താവിനെ കാണാൻ കഴിഞ്ഞ കണ്ണുകൾക്കിനി വേറെന്തു വേണം കാണാൻ? അതൊരു ആത്മാവിന്റെ അനുഭൂതിയാണ്. അതുകൊണ്ടാണ് അത് ശിമയോന്റെ പാട്ടിന്റെ ഒരു ഭാഗമാണ്. കർത്താവേ, സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവേ, സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോ പിന്നെ ശിമയോന് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തയില്ല. പിന്നെ ശിമയോന് ഇനി എന്തെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ചിന്തയില്ല. ഇനി എനിക്ക് മരിച്ചാൽ മതി, എന്നെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിന്റെ ചുവട് പിടിച്ച് നമ്മൾ പാടിയതാണ്, കർത്താവേ, നിന്നെ കേൾക്കാൻ കഴിഞ്ഞ കണ്ണുകൾ കാതുകൾക്ക് ഇനി വേറെന്തു വേണം? നിൻമൊഴി കേൾക്കാൻ കഴിഞ്ഞ എൻ കാതുകൾക്കിനി വേറെന്തു വേണം കേൾക്കാൻ? നിൻമൊഴി കേൾക്കാൻ കഴിഞ്ഞ എൻ കാതുകൾക്കിനി വേറെന്തു വേണം കേൾക്കാൻ? കർത്താവിന്റെ പാട്ട് കേട്ട് കർത്താവിന്റെ സ്വരം കേട്ട കാതുകൾക്ക് ഇനി വേറെന്ത് കേട്ടാലും എന്താവുന്നില്ല? തൃപ്തിയാവുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കണ്ടു. നമ്മൾ ആലിത്തൊഴുത്തിൽ കർത്താവിനെ കണ്ടു.
അവിടെ കർത്താവിനെ കേട്ടു. തിരുവചനത്തിൽ കർത്താവിനെ കണ്ടു. അവിടെ കർത്താവിനെ കേട്ടു. ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ കണ്ടു. അവിടെ കർത്താവിനെ കേട്ടു. ഇനി വേറൊന്നും ഇതിലും വലുതായിട്ട് ഈ ഭൂമിയിലില്ല എന്ന് നിങ്ങളുടെ ഹൃദയം ഏറ്റുപറയുന്നത് കൊണ്ടാണ് ഈ ക്രിസ്തുമസിന്റെ പിറ്റേ ദിവസവും ഒരുപക്ഷെ ഒരലസതയിലേക്ക് വഴുതിപ്പോകാവുന്ന ഒരു ദിവസം, 25 നോയമ്പൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് 5-6 തരം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം വീട്ടുകാരെയൊക്കെ ഊട്ടി പോറ്റി അല്ലെങ്കിൽ അതെല്ലാം കഴിച്ച് തളർന്ന് കിടന്ന് ഉറങ്ങാമായിരുന്ന ഒരു 26-ാം തീയതി, 25-ാം തീയതിയിലെ ഹാങ് ഓവർ ഉള്ള 26-ാം തീയതി അതൊന്നുമില്ലാതെ അതൊന്നും പ്രധാനപ്പെട്ടതല്ല എന്ന ഒരു പ്രഖ്യാപനവുമായി വീണ്ടും ഈ ആലയത്തിൽ വന്നിരിക്കുന്നതിന്റെ പിറകിലെ ആ ഒരു കൃപ, പ്രിയപ്പെട്ടവരെ, ഇതാണ്. കർത്താവിനെ കണ്ട കണ്ണുകൾക്ക് ഇനി വേറെന്ത് വേണം കേൾക്കാൻ? കർത്താവിനെ കേട്ട കാതുകൾക്ക് വേറെ എന്ത് വേണം കേൾക്കാൻ? ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുകയാണ്? മറക്കുകയാണ്. നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ കണ്ണിന്റെ കാഴ്ചകളെ കുറിച്ചുള്ള കാര്യങ്ങൾ മറക്കുകയാണ്. കേൾവിയുടെ കാര്യങ്ങൾ മറക്കുകയാണ്. ഇങ്ങനെ സ്വയം മറക്കുന്നവരാണ്. പൂർണ്ണമായും തങ്ങളെ തന്നെ മറന്ന മനുഷ്യരാണ് 5-ാം സദനത്തിലുള്ള മനുഷ്യർ. നമ്മളിപ്പോൾ ഏത് സദനത്തിലാണപ്പോ? 5-ാം സദനത്തിലുള്ളവരുടെ പ്രത്യേകത എന്താണ്? അവർ തങ്ങളെ തന്നെ മറക്കുന്നു എന്നതാണ്. തങ്ങളുടെ ഒരു സുഖവും അവർ അന്വേഷിക്കുന്നില്ല. തങ്ങളുടെ ഒരു വ്യക്തിപരമായ ഒരു സന്തോഷവും അവർ അന്വേഷിക്കുന്നില്ല. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ അവർ തേടി നടക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വയം മറക്കുകയാണ്. 5-ാം സദനത്തിലുള്ള ആളുകളുടെ മറ്റ് 2-3 പ്രത്യേകതകള്, ഒരു 5 പ്രത്യേകതകൾ കൂടി, മൊത്തം 6 പ്രത്യേകതകളുണ്ട്. അത് പറഞ്ഞിട്ട് സ്വയം മറക്കുന്ന കാര്യത്തിലേക്ക് അച്ഛൻ തിരികെ വരാം. 2ാമത്തെ പ്രത്യേകത, ഈ 5-ാം സദനത്തിലുള്ള ആളുകള് ഏകാന്തത ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. എന്താണ് ആഗ്രഹിക്കുന്നത്? ഏകാന്തത. ഏകാന്തത എന്ന് പറഞ്ഞാൽ കേവലം ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയല്ല. ഏകാന്തത എന്ന് പറഞ്ഞാൽ ഈശോയോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഒരുപക്ഷെ ഒരു 100 പേര് ഇരിക്കുന്നതിന്റെ കൂട്ടത്തിലും നമുക്ക് ഏകാന്തത അനുഭവിക്കാൻ പറ്റും. നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കുന്നു. അവർ ഏകാന്തത ആഗ്രഹിക്കുന്നു. ചില സമയങ്ങളിൽ, എപ്പോഴും അങ്ങനെയല്ലല്ലോ, ഈ കൂടെ ആയിരിക്കുമ്പോ, മറ്റുള്ളവരോട് കൂടെ ആയിരിക്കുമ്പോ, വർത്തമാനത്തിലായിരിക്കുമ്പോ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എന്തുണ്ടാകും? പ്രയാസമുണ്ടാകും, ഇല്ലേ? ഒരു സിനിമാ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോ നമുക്ക് ഒരു ഏകാന്തത, എനിക്ക് കാര്യം ശരിയാണ്, വേറെ എല്ലാവരും സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയം എവിടെയല്ല? കർത്താവിലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ടൂറിന് പോകുന്ന വണ്ടിയിൽ ഇരിക്കുമ്പോ നമുക്ക് ദൈവസാന്നിധ്യം അങ്ങനെ അനുഭവിക്കാൻ എളുപ്പമാണോ പ്രയാസമാണോ? പ്രയാസമാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന്റെ ഇടയിലായിരിക്കുമ്പോ നമുക്ക് എന്ത് സാധിക്കുകയില്ല? ഈ ഏകാന്തത സാധിക്കുകയില്ല. അപ്പോൾ 5-ാം സദനത്തിലായിരിക്കുന്നവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏകാന്തതയിലായിരിക്കുക. 3ാമതായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവമഹത്വത്തിനും അവിടുത്തെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നതിനുമായി 1000 പ്രാവശ്യം മരിക്കാൻ പോലും അവർ തയ്യാറാണ്. അതായത് ദൈവമഹത്വത്തിന് വേണ്ടി മരിക്കാനാണെങ്കിൽ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന മനോഭാവമുള്ളവരാണ് എവിടെയുള്ളത്? 5-ാം സദനത്തിലുള്ളത്. മരിക്കാനാണെങ്കിൽ ഒരു പ്രാവശ്യമല്ല, 1000 പ്രാവശ്യം. അമ്മത്രേസ് എഴുതിയിരിക്കുകയാണ്, ദൈവമഹത്വം എല്ലാവരും അറിയുന്നതിന് 1000 പ്രാവശ്യം മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് കൈയടിച്ച് നന്ദി പറയാം. എന്താണ് പ്രിയപ്പെട്ടവർ ഈ 1000 പ്രാവശ്യം മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരു പ്രാവശ്യം ദൈവമഹത്വത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ ഒരു പ്രാവശ്യം സഹനമുണ്ടായി, ഞാൻ ഉപേക്ഷിക്കുകയില്ല. വേറൊരു പ്രാവശ്യം സഹനമുണ്ടായി, ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ 1000 പ്രാവശ്യം മരിക്കാൻ പോലും
ഞാൻ തയ്യാറാണ്. If it is beneficial for the proclamation of the glory of God, ദൈവമഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ, മറ്റുള്ളവരെ ഈശോയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ എന്ത് സഹനമെടുക്കാനും ഞാൻ തയ്യാറാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നാലാമതായി ഈ അഞ്ചാം സദനത്തിലുള്ളവരുടെ പ്രത്യേകതയാണ് ഭൗതിക വസ്തുക്കളോട് വിരക്തിയാണ്. ഡിസ്ഗസ്റ്റ് ഫോർ ദ എർത്തിലി തിങ്സ്. ഈ ലോകത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് കുരിശിന്റെ വിശുദ്ധ യോഹന്നാനോട്, അവിടെ ഉണ്ണീശോയുടെ വലതുവശത്ത് നിൽക്കുന്ന ആ വിശുദ്ധനോട് സഭയുടെ മേലധികാരികൾ പറഞ്ഞു, അമ്മ ത്രേസ്യയോട് ചേർന്ന് നീ സഭയെ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ഞങ്ങൾ ഒരു സ്വർണ്ണക്കുരിശ് തരാം, സ്വർണ്ണക്കുരിശും തരാം, ഒരു ആശ്രമത്തിന്റെ അധിപനായി, വലിയൊരു ആശ്രമത്തിന്റെ അധിപനായി നിയമിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. സ്വർണ്ണക്കുരിശ് എന്ന് പറഞ്ഞാൽ നമ്മൾ 31-ാം തീയതി കൊടുക്കുന്ന സ്വർണ്ണ നാണയം പോലത്തെ കുരിശൽ. അത് ഗോൾഡൻ കോയിനാണ്. പലർക്കും സംശയമുണ്ട്, അച്ഛൻ സ്വർണ്ണ നാണയമാണ് തരുന്നത്. അച്ഛൻ മലയാളത്തിൽ അത് പറയാതിരുന്നത് സ്വർണ്ണ നാണയം അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത്? ഗോൾഡ് കോയിൻ അല്ല, ഗോൾഡൻ കോയിൻ എന്നാണ് പറഞ്ഞത്. അച്ഛൻ അത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഗോൾഡ് എന്ന് പറയുന്നത് വേറെയാണ്, ഗോൾഡൻ എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. അപ്പോൾ ഹല്ലേലൂയ. അപ്പൊ പലരും അച്ഛനോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, അച്ഛൻ ഈ 15,000 പേർക്ക് സ്വർണ്ണ നാണയം കൊടുക്കാൻ പറ്റുന്നത്ര കപ്പാസിറ്റി അച്ഛനുണ്ട്? അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഗോൾഡ് കോയിൻ അല്ല കൊടുക്കുന്നത്, ഗോൾഡൻ കോയിൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ എന്താന്ന് കണ്ടുപിടിച്ചാൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിലെവിടെയെങ്കിലും സ്വർണം ഉണ്ടാവാറുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, 31-ാം തീയതി എല്ലാവർക്കും ഗോൾഡൻ കോയിൻ തരുന്നതായിരിക്കും. നിങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചുകൊണ്ട് വരും. അപ്പൊ പറഞ്ഞു വരുന്നത് തിരിച്ചു പറ്റുക, കുരിശിന്റെ വിശുദ്ധ യോഹന്നാനോട് ഗോൾഡൻ ക്രോസ് തരാന്നല്ല പറഞ്ഞത്, ഗോൾഡ് ക്രോസ് തരാതെ. അവന്റെ കയ്യിലുള്ളത് മരക്കുരിശാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കണ്ട കണ്ണുകൾക്ക് പിന്നെ എന്ത് സ്വർണം? അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട. വിശുദ്ധൻ പറഞ്ഞു, എനിക്ക് സ്വർണത്തിന്റെ കുരിശും വേണ്ട, ഈ ലോകത്തിലുള്ള സ്ഥാനമാനങ്ങളും വേണ്ട, എനിക്ക് എന്റെ മരക്കുരിശും കുരിശിൽ മരിക്കുന്ന കർത്താവിനെയും മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിലുള്ള വസ്തുക്കളോട്, ഈ ലോകത്തിലുള്ള ആഘോഷങ്ങളോട്, സുഖലോലുപതകളോട് ഉള്ള ഒരു വിരക്തി, അത് ഈ അഞ്ചാം സദനത്തിലുള്ളവരുടെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയാം. അഞ്ചാമതായി, അവർക്ക് അവരുടെ മനസ്സിലുള്ള ഓർമ്മകൾ, അവർക്ക് മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകൾ ഉണ്ടാകും. എന്തൊക്കെയാണ് അവർക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ? നിങ്ങളുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത വല്ല ഓർമ്മകളുണ്ടോ? ഉണ്ടോ? എന്താണ്? എന്റെ ആങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് എന്നെ വിളിച്ചത് ശരിയായില്ല, മര്യാദക്കല്ല വിളിച്ചത്, അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല. വിളിച്ചപ്പോ ഇവര് പ്രതീക്ഷിച്ച രീതിയിലല്ല വിളിച്ചത്. ഇവര് വിചാരിച്ച ദിവസങ്ങളിലൊന്നും വേറെ 2-3 സ്ഥലത്തൊക്കെ പോയി വിളിച്ചിട്ടാണ് ഇവരെ വന്ന് വിളിച്ചത്. അവരെയൊക്കെ വിളിച്ചിട്ട്, അപ്പൊ അവരെ വിളിച്ചത് ഇവരറിഞ്ഞു. അപ്പൊ അവരെയൊക്കെ വിളിച്ചിട്ടാണ് നീ എന്റെ വീട്ടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്, ഞാൻ എന്റെ പട്ടി പറ്റി. അപ്പോൾ പ്രിയപ്പെട്ടവർ, അത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അവരെയൊക്കെ വിളിച്ചതിന് ശേഷം എന്നെ വിളിക്കാൻ വന്നത് എനിക്ക് മറക്കാൻ. അപ്പൊ അച്ഛൻ ചോദിച്ചു, കല്യാണത്തിന് പോവോ? നോക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളല്ല. ഇതിൽ കൂടി അച്ഛൻ ഏറ്റവും കുറഞ്ഞത് പറഞ്ഞതാണ്. ഏറ്റവും കുറഞ്ഞത് കൂടിയത് പറയേണ്ടത് ക്രിസ്മസ് ഒക്കെ അല്ലേ വിട്ടുകളെ. അപ്പോ മറക്കാൻ പറ്റാത്ത ഇങ്ങനെ കുറെ ഓർമ്മകള്, മുറിവുകള് കൊണ്ട് നടക്കാണ്. ഒരു അമ്മായിയമ്മക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്താണ് ചേച്ചി മറക്കാൻ പറ്റാത്തത്? അവളെ ക്രിസ്തുമസ് ആയിട്ടേ ഇവിടെ നിൽക്കാതെ അവളുടെ വീട്ടിലേക്ക് പോയേക്കെ. ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കാതെ, അച്ഛൻ പറയച്ച ക്രിസ്മസ് എവിടെയാണ് ആഘോഷിക്കുന്നത്? ഭർത്താവിന്റെ വീട്ടിലല്ലേ രാത്രി ഉണ്ടാവുന്നത്. എന്നിട്ട് അവൾ ഇവിടെ നിൽക്കാതെ കൊച്ചുങ്ങൾ രണ്ടെണ്ണത്തിനും കൊണ്ട് അങ്ങോട്ട് പോയേക്ക് കെട്ടിയെടുത്താക്കി. എനിക്കത് മറക്കാൻ പറ്റും. ഇങ്ങനെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളല്ല ഈ അഞ്ചാം സദനത്തിലുള്ളവർക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, അഞ്ചാം സദനത്തിലുള്ളവർ, നിങ്ങൾ എന്തിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ അഞ്ചാം സദനത്തിൽ നിന്ന് വീട്ടിലേക്ക് പോയാ? അയ്യോ, ഇത് എന്റെ വീട്ടിലേക്ക്. നിങ്ങൾ അമ്മായിയമ്മയുടെ കാര്യം, നിങ്ങൾ വീട്ടിൽ പോയ കാര്യമൊക്കെ മറന്ന് തിരിച്ചു. അഞ്ചാം സദനത്തിലുള്ളവർക്ക് പ്രിയപ്പെട്ടവരെ എന്താണുള്ളത്? അവരുടെ ഹൃദയത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മ ദൈവവുമായി ഐക്യപ്പെട്ടതിന്റെ പ്രാർത്ഥനയുടെ സമയത്ത്. ഒരു സഹോദരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ 1992 ജനുവരി മാസം 9-ാം തീയതി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ എനിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. അച്ഛൻ ആലോചിച്ചു, ഏതാണ് വർഷം? 1992. മോളെ, നീ ജനിച്ചിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന. അപ്പോ 92 ജനുവരി 9-ാം തീയതി രാത്രി 9 മണിക്ക് ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. വർഷം ഇപ്പൊ എത്ര കഴിഞ്ഞു? 10-34 അല്ലെ 30-32 വർഷമായിട്ടും എനിക്ക് ആ ദിവസവും, ആ കലണ്ടറിലെ ആ വർഷവും, ആ മാസവും, ആ ദിവസവും, ആ മണിക്കൂറും എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്രകാരമുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. 1-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് അതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 10-60 കൊല്ലം കഴിയുമ്പോഴാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ കാര്യം വിവരിക്കുന്നത്. ഈശോയെ കണ്ട ആ സമയം, ഈശോ നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ച സമയം, വന്ന് കാണുവിൻ എന്ന് ഈശോ പറഞ്ഞ സമയം, ഈശോയെ നീ എവിടെയാണ് വസിക്കുന്നതെന്ന് ഈശോയോട് ഞാൻ സംസാരിച്ച സമയം, ആ സമയം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അത് 10-ാം മണിക്കൂറായിരുന്നു. 60 കൊല്ലം കഴിഞ്ഞിട്ടും ആ സമയം ഓർക്കുകയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട, ദൈവം നിനക്ക് ദർശനം തന്ന ചില സമയങ്ങളെ കുറിച്ച് നീ ഓർക്കുന്നു. അങ്ങനെ ഓർമ്മകൾ മറക്കാൻ പറ്റാത്ത, ദൈവവുമായി ഐക്യപ്പെട്ടതിന്റെ, ദൈവം നിന്റെ കരം പിടിച്ചുയർത്തിയതിന്റെ, ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് ഒരു ഇടിമിന്നലയച്ചതിന്റെ, ഒരു വാൾ കുത്തിത്തളച്ച് നിന്റെ ഹൃദയത്തിലേക്ക് കയറ്റിയതിന്റെ. അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യക്ക് നമുക്കറിയാം, അമ്മ ത്രേസ്യക്ക് ഒരു ദിവ്യാനുഭവം ഉണ്ടായി. ഇവിടെ നേരത്തെ അതിന്റെ പിക്ചർ ഉണ്ടായിരുന്നു. അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു മാലാഖ ഒരു കുന്തം കൊണ്ടുവന്ന് അമ്മ ത്രേസ്യയുടെ ചങ്കിലേക്ക് കുത്തിന്ന് മാത്രമല്ല, ഒറ്റ പ്രാവശ്യമല്ല കുത്തിയത്. എത്ര പ്രാവശ്യം കുത്തിയെന്നറിയാവോ? 5 പ്രാവശ്യം കുത്തി. അമ്മ ത്രേസ്യയുടെ ഹൃദയത്തിൽ, പ്രിയപ്പെട്ടവരെ, ഒരു മുറിവല്ല ഉള്ളത്, 5 മുറിവുകളാണുള്ളത്.
കർത്താവിന്റെ പഞ്ചക്ഷതങ്ങൾ മുഴുവൻ തന്റെ ഹൃദയത്തിൽ പേറിയ, ഹൃദയത്തിൽ പഞ്ചക്ഷതങ്ങൾ വഹിക്കാൻ ഭാഗ്യമുണ്ടായവളാണ് അമ്മ ത്രേസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ത്രേസ്യയുടെ ഹൃദയം പരിശോധിച്ചിട്ട് മരണത്തിന് ശേഷം അവളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയമെടുത്ത് ഹൃദയം പരിശോധിക്കുന്ന ഡോക്ടർമാർ, വിദഗ്ധന്മാർ പറയുകയാണ്, ഈ മുറിവുകളോടുകൂടെ ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ ഈ മുറിവ് ഹൃദയത്തിലുണ്ടായാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല. അത്രമാത്രം അതൊരു സൂപ്പർ നാച്ചുറൽ വൂണ്ടാണ്. അത് ഒരു അതിസ്വാഭാവികമായ ഒരു മുറിവ് തന്റെ ഹൃദയത്തിൽ മാലാഖ, അതൊരു സ്നേഹത്തിന്റെ മുറിവാണ്. പഞ്ചക്ഷതങ്ങൾ കയ്യിലും കാലിലുമല്ല, 5 ചങ്കിലാണ്. അങ്ങനെ കൊണ്ടു നടക്കാൻ ഭാഗ്യം കിട്ടിയ ഒരമ്മയുടെ മക്കളാണ് നമ്മളെന്നോർത്ത് അഭിമാനിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ച ഈശോയേ. യെസ്. അപ്പോൾ ഈ അമ്മയാണ് പറയുന്നത്, ഈ 5-ാം സദനത്തിലുള്ള ആളുകളുടെ ഹൃദയത്തിൽ മുഴുവൻ ഈ ദൈവം തന്ന സ്നേഹാനുഭവങ്ങളുടെ ഓർമ്മകളാണ്. അച്ഛൻ ചോദിക്കട്ടെ, അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലുള്ള ഓർമ്മകളൊക്കെ എങ്ങനെയുള്ള ഓർമ്മകളാണ്? ആര് കുത്തിയത്? നമ്മുടെ ഹൃദയത്തിൽ ആര് കുത്തിയ? അച്ഛാ, കുത്തുന്ന വർത്തമാനമല്ലേ അവര് പറഞ്ഞത്? അല്ലേ? കുത്തുന്ന വർത്തമാനം പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. തങ്കി കുത്തുന്ന പോലെയാണ് പറഞ്ഞത്, വേദനിപ്പിച്ചത്. ഞാൻ ചെന്നിട്ടേ അവിടെ വീട്ടില് ക്രിസ്മസ് ആയിട്ട് കേക്കൊക്കെ ആയിട്ട് അമ്മനെ കാണാൻ ചെന്നപ്പോ നാത്തും കണ്ട ഭാഗം പഠിക്കാതെ നേരെ അടുക്കളയിലേക്ക് കയറിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ച് ചായ കൊണ്ടുവരാനാണ്. അടുക്കളയിൽ നിന്ന് സൈഡ് വഴി മുറിയിലേക്ക് കയറിപ്പോയിട്ട് ഞാൻ ഇറങ്ങി പോരുന്നത് വരെ അവൾ ഇറങ്ങി വന്നില്ല. പിന്നെ ഒരു കൊല്ലം അടുത്ത ക്രിസ്മസ് ആകുന്നത് വരെ ഈ ഓർമ്മയും കേക്ക് കൊണ്ട് നടക്കല്ല, ഓർമ്മ കൊണ്ട് നടക്കാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ചീഞ്ഞളിഞ്ഞ ഓർമ്മകളായിരിക്കാം. ആ ചീഞ്ഞളിഞ്ഞ ഓർമ്മകളുമായി നമുക്ക് 5-ാം സദനത്തിൽ കയറിയിരിക്കാൻ പറ്റില്ല. നമുക്ക് പാർക്കാൻ ഇതാ കർത്താവ് തന്റെ ഹൃദയം കൊണ്ടൊരു സക്രാരി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് ഉണ്ടാക്കിയ സക്രാരി നമ്മൾ ചെന്ന് വസിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചെന്ന് വസിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പഴഞ്ചൻ ഓർമ്മകൾ, ലോകത്തിന്റെ ഓർമ്മകൾ, ചിലപ്പോൾ ചില പാപത്തിന്റെ ഓർമ്മകൾ. ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് അപസ്മാരം വന്നു തുടങ്ങിയിരിക്കുന്നു, ഭയം വന്നു തുടങ്ങിയിരിക്കുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വലിയ വലിയ പ്രയാസങ്ങൾ, ഇടക്കിടക്ക് രാത്രി ഞെട്ടി എഴുന്നേൽക്കുന്നു, പല ഓർമ്മകളാണ്. വിളിച്ചു കൂവുകയാണ്, അമ്മയെ കൊല്ലാൻ വരുന്നേ, അപ്പനെ കൊല്ലാൻ വരുന്നേ എന്നൊക്കെ പറഞ്ഞ് കൂവി വിളിക്കുകയാണ്. ഓർമ്മകൾ, അവന്റെ ഓർമ്മകൾ മുഴുവൻ ഫ്രീ ഫയറിന്റെ ഓർമ്മകളാണ്. ഫ്രീ ഫയറിൽ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കും. അച്ഛനും ഇത് കണ്ടിട്ടില്ല, പക്ഷെ അച്ഛൻ എന്താണെന്നറിയാം. ഈ വെടിവെപ്പാണ്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ വെടിവെപ്പ് കളിച്ച് 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 അവന്റെ ഓർമ്മ മുഴുവൻ എന്താണ്? വെടിവെപ്പാണ്. രാത്രി കിടന്നപ്പോഴാണ് അവൻ ഓർത്തത്, എന്റെ കയ്യിൽ ഇപ്പൊ തോക്കില്ല. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കൊല്ലാൻ ആളുകൾ വരുന്നു എന്ന് രാത്രി അവൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. കൊച്ചിന്റെ എല്ലാം പരിശോധിച്ചു, ഒരു കുഴപ്പമില്ല. EG എടുത്ത് നോക്കി, ECG എടുത്ത് നോക്കി, EG എടുത്ത് നോക്കി, MRI ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞു, അതൊന്നും എടുത്തു നോക്കണ്ട, കൊച്ചിന്റെ ഫോണിൽ എന്താണുള്ളതെന്ന് എടുത്തു നോക്കിയാൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരിക. നിന്റെ ഓർമ്മകൾ, നീ സൂക്ഷിക്കേണ്ട ഓർമ്മകൾ, ദൈവവുമായിട്ടുള്ള ഐക്യത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന മനുഷ്യരാണ് 5-ാം സദനത്തിലുള്ളത്. അതാണ് 5-ാമത്തെ കാര്യം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമുക്ക് എപ്രകാരമാണ് ദൈവ ഐക്യത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതുണ്ട്. 6-ാമതായിട്ട് ആത്മീയ മനസമ്മതത്തിനും ആത്മീയ വിവാഹത്തിനും വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ 5-ാം സദനത്തിലുള്ളത്. ഹല്ലേലൂയ. 2 കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഒന്ന്, മനസമ്മതത്തിന് വേണ്ടി ഒരുങ്ങുന്നു. മനസമ്മതത്തിന് വേണ്ടി ഒരുങ്ങുന്നത് എന്തിനാണ്?
കല്യാണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ കല്യാണത്തിന് മുമ്പാണ് എന്തുള്ളത്? മനസമ്മതമുള്ളത്. അപ്പോൾ കല്യാണം നടക്കുന്നത് 7-ാം സദനത്തിലാണ്. സ്പിരിച്വൽ മാരേജ് എന്ന് പറയുന്ന വിവാഹം നടക്കുന്നത് 7-ാം സദനത്തിലാണ്. 6-ാം സദനത്തിലാണ് എന്തുള്ളത്? മനസമ്മതമുള്ളത്. അപ്പോൾ 5-ാം സദനത്തിൽ എന്തായിരിക്കുമുള്ളത്? ഒരുക്കോ? പണ്ട് ഇപ്പൊ അതില്ലെന്നോ? ഇപ്പൊ ഈ മനസ്സമ്മതവും എൻഗേജ്മെന്റും കൂടി രണ്ടും കൂടി ഒന്നാക്കി അല്ലേ? അത്രയും കുറച്ച് ചെലവ് മതിയല്ലോ എന്ന് വിചാരിച്ചു. അല്ല, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആദ്യം ഒരു വിരുന്നെന്നും പറഞ്ഞ് നിശ്ചയം എന്നും പറഞ്ഞും ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു മനസ്സമ്മതം അല്ലേ? ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഉറപ്പിക്കൽ എന്ന് പറയുന്ന, അതായത് ഞാൻ പൂർണ്ണമായും ഈശോയുടേതായി തീരും എന്ന ഉറപ്പിക്കലിന്റെ, ഇനി വേറൊരാളെ, ഇനി വേറൊരു മാട്രിമോണിയിൽ ഉറപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു ചെറുക്കൻ വിളിച്ചിരിക്കുന്നത്. ഉറപ്പിക്കൽ കഴിഞ്ഞു, മനസ്സമ്മതത്തിന്റെ തീയതിയും നിശ്ചയിച്ചു, കല്യാണത്തിന്റെ തീയതിയും നിശ്ചയിച്ചു. അതിനുശേഷമാണ് വേറൊരു മാട്രിമോണിയിൽ ഇട്ടത് ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഉറപ്പിച്ചെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് കണ്ടത് വേറൊരു ചെറുക്കം വിളിക്കുന്നു, ഫോട്ടോ അയച്ചു തരുന്നു. അയ്യോടാ, ഇതായിരുന്നു മറ്റു എന്ന് വിചാരിക്കോ? വിചാരിച്ചാൽ എന്ത് ചെയ്യും? തൊട്ടടി കൊടുക്കും. അങ്ങനെ വിചാരിക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഇത് ഉറപ്പിക്കട്ടെ എന്ന് ചോദിച്ചു, ഇത് അങ്ങനെ ഉറപ്പിച്ചു. ഇനി വേറെ ഏതാലോചന വന്നാലും നമ്മളത് തിരിഞ്ഞു നോക്കുകയില്ല, അതിനെക്കുറിച്ച് പിന്നെ അന്വേഷിക്കാൻ ആളെ വിടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടിയുള്ളവനാണ് ഞാൻ, കർത്താവിന് വേണ്ടിയുള്ളവളാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ചു. ഇനി ഞാൻ ഈ വേറെ പ്രപ്പോസലുകൾ, വേറെ ഇൻവിറ്റേഷനുകൾ, കർത്താവിന് ചേരാത്ത ഈ ബന്ധത്തിന് ചേരാത്ത വേറെ ഒരു ആലോചനയ്ക്ക് ഞാൻ ചെവി കൊടുക്കുകയില്ല, കണ്ണു കൊടുക്കുകയില്ല, കാതു കൊടുക്കുകയില്ല. അതാണ് 5-ാം സദനത്തിലുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം കൊണ്ടല്ലെങ്കിലും നമ്മൾ ഹൃദയം കൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് ആ കല്യാണത്തിൽ നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചു അല്ലേ? അതിൽ അങ്ങോട്ട് ഉറച്ചു. അതുപോലെയാണ് നമ്മൾ ദൈവത്തിൽ ഉറച്ചു എന്ന് പറയുന്നത്. അപ്പോൾ 5-ാം സദനത്തിലുള്ള ആളുകളുടെ 6 പ്രത്യേകതകളാണ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞത്. 1, പൂർണ്ണമായും തങ്ങളെ തന്നെ മറന്ന മനുഷ്യരാണ്. 2, ഏകാന്തത ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. 3, ദൈവമഹത്വത്തിനും മറ്റുള്ളവർക്ക് അവിടുത്തെ അറിയിക്കുന്നതിനും വേണ്ടി എന്ത് ത്യാഗവും എടുക്കാൻ തയ്യാറുള്ള മനുഷ്യരാണ്. 4, ഭൗതിക വസ്തുക്കളോട് വിരക്തിയുള്ളവരാണ്. 5, ദൈവ ഐക്യത്തിന്റെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സൂക്ഷിക്കുന്നവരാണ്. 6, ആത്മീയമായ മനസ്സമ്മതത്തിനും ആത്മീയമായ വിവാഹത്തിനും വേണ്ടി മനസ്സുറപ്പിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിച്ച് ഈശോയേ. അപ്പോൾ അച്ഛൻ ഇതെന്തിനാണ് നമ്മളോട് പങ്കുവെക്കുന്നത്? നമ്മുടെ ആത്മീയ തലത്തിന്റെ ഒരു 5-ാം തലത്തിൽ നമ്മൾ ഇങ്ങനെയായിരിക്കണം. അപ്പോൾ 1-ാമത്തതിലേക്ക് മടങ്ങിപ്പോവാണ്. എന്താണ് 1-ാമത്തെ പ്രത്യേകത? പൂർണ്ണമായും തങ്ങളെ തന്നെ മറന്ന മനുഷ്യരാണ്. വലത് കരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് 5-ാം സദനത്തിലുള്ളവർ പൂർണ്ണമായും തങ്ങളെ തന്നെ മറന്ന മനുഷ്യരാണ്. ഹല്ലേലൂയ. ദൈവം തന്നെ മറന്നതിന്റെ പേരാണ് ക്രിസ്തുമസ്. ഇന്നലെ അച്ഛൻ ഗ്രൂപ്പിൽ ഇന്നലത്തെ ക്രിസ്തുമസ് സന്ദേശം ഇട്ടിട്ടുണ്ട്. അത് കേട്ടവരൊന്ന് കരമുയർത്താവോ? ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. കേൾക്കാത്തവര് കേൾക്കുന്നത് നല്ലതായിരിക്കും. അതായത് ദൈവം തന്നെ മറന്നതിന്റെ ഒരു ആഘോഷമാണ്. ദൈവം തന്റെ ദൈവീകതയെ മറന്ന്
തന്റെ ദൈവീകത ഒരു സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമായിട്ട് തീരുമാനിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി. ഇതിനെയാണ് സെൽഫ് ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് ആരുടെയാണ്? ആരുടെ തിരുനാളാണെന്ന് ആഘോഷിക്കുന്നത്? വിശുദ്ധ സ്തെഫാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധന് വേണമെങ്കിൽ തന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? സ്തെഫാനോസ് തന്നെ തന്നെ മറന്നിട്ട് ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന് വിട്ടുകൊടുത്തു. സ്വയം മറന്നതിന്റെ തിരുനാളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലിത്തൊഴുത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തവരാണ്? സ്വയം മറന്നവരാണ്. പരിശുദ്ധ അമ്മ സ്വയം മറന്നാണ് തന്നെ തന്നെ കർത്താവിന് കൊടുത്തത്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശുദ്ധ ഔസേപ്പ് പിതാവ് തന്റെ തന്നെ പദ്ധതികളൊക്കെ മറന്ന് തന്നെ തന്നെ കർത്താവിന് കൊടുത്തു. നന്ദി പറയാം. ഹല്ലേലൂയ. ആട്ടിടയരും എന്ത് ചെയ്തു? സ്വയം മറന്ന് അവർക്ക് എന്ത് ചെയ്യേണ്ട സമയത്താണ് ദൂതൻ വന്ന് വിളിക്കുന്നത്? നല്ല കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്താണ്. പണിയൊക്കെ എടുത്ത് അല്ലേ, രാത്രി മുഴുവൻ. ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്. രാത്രി നൈറ്റ് ബസ്സിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ. അപ്പൊ അവര് രാത്രി 8 മണിക്ക് വണ്ടി കയറി വെളുപ്പിന് 6 മണി വരെ വണ്ടി ഓടിച്ച് വീട്ടില് വന്ന് ഒന്ന് ഫ്രഷായി കിടന്ന സമയത്താണ് ഫോൺ വിളിക്കുന്നത്. ചേട്ടാ, അടുത്ത വണ്ടി എപ്പോഴാണെന്ന് ചോദിച്ചു. രാത്രി ടിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചോണ്ട് വിളിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തളർന്നുറങ്ങിക്കിടക്കുന്ന സമയത്താണ് അല്ലേ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോയി. 2 മണി മുതൽ 5 മണി വരെ റബ്ബർ വെട്ടി, പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഇത്തിരി നേരെ ഒന്ന് 10 മിനിറ്റ് കിടക്കാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ചേട്ടന്മാരെ കൊച്ചു വന്ന് കുളിക്ക് വിളിച്ചിട്ട് അല്ലേ, പപ്പേ ഫീസ് എന്ന് പറയും. ഫീസ് അടക്കം കാശ് ചോദിക്കുന്നത് ഒരു ഇത്തിരി നേരം കിടന്ന സമയത്താണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിശ്രമിക്കാൻ അവർ സ്വയം മറന്ന് ദൈവാരാധനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് പോയവരാണ് എവിടെയുള്ളത്? ഈ പുൽക്കൂട്ടിലുള്ളത്. നമ്മൾ സ്വയം മറക്കുന്നവരാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൂജ രാജാക്കന്മാർ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്? അച്ഛൻ വായിച്ചത് 900 മൈൽ യാത്ര ചെയ്തു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏകദേശം ഒരു 1500 കിലോമീറ്റർ. ഉജരാജാക്കന്മാര് കർത്താവ് ജനിച്ചത് കാണാൻ വേണ്ടി യാത്ര ചെയ്തതിന്റെ ദൂരമാണ്. അപ്പൊ അത് സ്വയം മറന്നുള്ള യാത്രയാണ് കർത്താവിലേക്ക്. എത്ര ദൂരമാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങള് കർത്താവിലേക്ക് പോകും. സ്വയം മറന്നുള്ള യാത്ര. യൗസേപ്പ് പിതാവും മറിയവും കൂടി നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാവോ? 150 കിലോമീറ്ററാണ്. സ്വയം മറന്നുള്ള യാത്ര. ഇങ്ങനെ സ്വയം മറക്കുന്ന ആളുകളാണ് ഈ ക്രിസ്തുമസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്തുമസിന്റെ ഭാഗമാകണമെങ്കിൽ ദൈവം തന്നെ തന്നെ മറന്നതുപോലെ, മറിയം തന്നെ തന്നെ മറന്നതുപോലെ, യൗസേപ്പ് പിതാവ് സ്വയം മറന്നതുപോലെ, ആട്ടിടയര് സ്വയം മറന്നതുപോലെ, പൂജരാജാക്കന്മാര് സ്വയം മറന്നതുപോലെ സ്വയം മറക്കാൻ പറ്റുന്നവർക്കാണ് ഈ എവിടെ സ്ഥാനമുള്ളത്? പുൽക്കൂട്ടിൽ സ്ഥാനമുള്ളത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പൗലോസ് സ്വയം മറന്ന ഒരാളാണ്. നമുക്ക് സ്വയം മറക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം അച്ഛൻ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ കൂടുതലായിട്ട് ഓർത്തുകൊണ്ടിരിക്കാൻ ഇടയുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ തന്നെ പാപങ്ങൾ. ഇല്ലേ?
നമ്മൾ ഓർക്കാറില്ലേ? അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുറ്റബോധത്തിന്റെ ഭാരം പേറിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. ഉണ്ടോ? ഉണ്ട്. അവർക്ക് പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെ കുറിച്ച് ഓർക്കുന്നില്ല, ഞാൻ എന്റെ പാപങ്ങളെ ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്നത് എന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ എന്റെ കർത്താവിനെയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പാപങ്ങളുടെ ഓർമ്മ മറന്നു കളയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് ഒരു സ്വയം മറക്കലാണ്. അച്ഛൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂറായില്ലേ? ആയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം. എന്താണ് അത്? പുസ്തകത്തിന്റെ മലയാളമാണ് ക്രിസ്ത്യാനുകരണം എന്ന് പറഞ്ഞേ. ക്രിസ്ത്യാനുകരണം എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരു കാലയളവിൽ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പുസ്തകമാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. അത്രമാത്രം ബൈബിൾ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പുസ്തകമാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ 37 പുസ്തകത്തിൽ, ചെറിയ പുസ്തകമാണ്, അതിന്റെ 3-ാമത്തെ ഭാഗത്ത് 37-ാമത്തെ അധ്യായത്തിൽ സ്വയം മറക്കുന്നതിന്റെ ഒരു 5 കാര്യങ്ങൾ ഈ ഗ്രന്ഥകർത്താവ് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് അടുത്ത ആഴ്ച പറയാം. ക്രിസ്തുമസ് ഒക്കെ അല്ലേ? ഇന്നിപ്പോ ഇത്രയും മതി. അച്ഛൻ പറഞ്ഞത് ഇന്ന് പറയാൻ ഓർമ്മിപ്പിച്ചത് 5-ാം സദനത്തിലായിരിക്കുന്നവർക്കുണ്ടാകുന്ന 6 ഗുണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യം എന്താണ്? സ്വയം മറക്കുന്നവരാകുക. 5-ാം സദനം എന്ന് പറയുന്നത് ഒരു പുൽക്കൂടാണെന്ന് വിചാരിക്കും. ഈ പുൽക്കൂട്ടിൽ കയറി നിൽക്കുന്നവർക്കുണ്ടാകേണ്ട ഒരു പുണ്യമാണ് സ്വയം മറക്കുക. 2 എന്ത് വേണം? പുൽക്കൂട്ടിൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഒച്ചയും ബഹളമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു അവിടെ ഒരു ഏകാന്തതയാണ്, അല്ലേ? പുൽക്കൂട് ഒരു ഏകാന്തതയാണ്. ആളും ബഹളമൊന്നും ഇല്ല. മാമോദീസക്ക് സമ്മാനം കൊടുക്കാൻ വന്നവരൊന്നും അവിടെ ഇല്ല. കൊച്ചിനെ കാണാൻ വേണ്ടി തുണിയായിട്ട് വന്നവരും അവിടെ ഇല്ല. അവിടെ ഒരു ഏകാന്തതയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഏകാന്തത ആഗ്രഹിക്കുക. 3-ാമതായി ദൈവമഹത്വത്തിനു വേണ്ടി എന്ത് സഹനമെടുക്കാനും തയ്യാറാവുക. എന്ത് നിന്ദനമാണെങ്കിലും എന്ത് അപമാനമാണെങ്കിലും ദൈവമഹത്വത്തിനും അവിടുത്തെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നതിനുമായി എന്തും ചെയ്യാൻ തയ്യാറാവുക. 4-ാമതായി ഭൗതിക വസ്തുക്കളോട് ഒരു വിരക്തി ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വർഷത്തെ പുൽക്കൂട് ഒരു സിംബോളിസം അതാണ്. എല്ലാ പുൽക്കൂടിന്റെയും സിംബോളിസം അതാണ്. അതായത് സെബാസ്റ്റ്യനച്ഛനും ആണ് അത് തയ്യാറാക്കി. നമുക്ക് കൈയടിച്ച് നന്ദി പറഞ്ഞു. അച്ഛന്റെ കൂടെ നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ലാലിച്ചൻ ചേട്ടനും അച്ഛനെ സഹായിച്ചിരുന്നു. നമുക്ക് കൈയടിച്ച് നന്ദി പറഞ്ഞു. അപ്പോൾ അതിന്റെ ചുമരുകൾ പൊട്ടിപ്പൊളിഞ്ഞ ചുമരുകളാണ്. അതാണ് അതിന്റെ സിംബോളിസം. അതായത് ഈ ലോകത്തിന്റെ ആർഭാടങ്ങളിലേക്കല്ല കർത്താവ് ഈശോ മിശിഹ പിറന്നു വീണത്. മനുഷ്യന്റെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലേക്കാണ്, ലാളിത്യത്തിലേക്കാണ്, ഇല്ലായ്മയിലേക്കാണ് ദൈവം പിറന്നു വീണത്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈ പുൽക്കൂടിനെ സ്നേഹിക്കുന്നവർ എന്ത് സ്നേഹിക്കണം? ഈ ലോകത്തിന്റെ ലാളിത്യത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ആർഭാടങ്ങളോട് താല്പര്യം നഷ്ടപ്പെടണം. പുൽക്കൂടിനെ ധ്യാനിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളോട് ഒരു താല്പര്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതാരും ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ല, അതെങ്ങനെ ഉണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. കൊച്ചിന് പോലും കാറ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമം. ഫാൻ ഇട്ട അപ്പൊ കൊച്ച് കരയും. 3 മാസം ആയിട്ടുണ്ട്. ഫാൻ ഇട്ടല്ലേ, ഫാൻ ഓഫ് ചെയ്ത അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശരീരം എന്താഗ്രഹിക്കുന്നു?
സുഖങ്ങൾ ആഗ്രഹിക്കുന്നു, സുഖലോലുപത ആഗ്രഹിക്കുന്നു. അപ്പൊ ഭൗതിക വസ്തുക്കളുടെ ഒരു സമൃദ്ധി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഭൗതിക വസ്തുക്കളോട് പുൽക്കൂടിനെ സ്നേഹിക്കുന്നവര് പുൽക്കൂടിനെ ധ്യാനിച്ച് നമുക്കെന്ത് ലഭിക്കണം? ഭൗതിക വസ്തുക്കളോട് ഒരു വിരക്തി ഉണ്ടാകണം. അഞ്ചാമതായി, അവർ ഏതോർമ്മയാണ് ഈ പുൽക്കൂട്ടിൽ നിൽക്കുമ്പോ മറിയത്തിന്റെ മനസ്സില് ഏതോർമ്മയാണുള്ളത്? ആ മറിയത്തിന്റെ ഓർമ്മ യൗസേപ്പ് പിതാവ് എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് വേണമെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാം, ഇല്ലേ? കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ടും ആ ഓർമ്മ അങ്ങോട്ട് ആർക്ക്? ഓർമ്മ പോകുന്നില്ല ആർക്ക്? മറിയത്തിന് ആ ഓർമ്മയില്ല. മറിയത്തിന് ദൈവൈക്യത്തിന്റെ ഓർമ്മയാണ്. അപ്പോൾ ദൈവൈക്യത്തിന്റെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സൂക്ഷിക്കുന്നവരാണ് ആയിത്തീരണം. ആറാമതായി, നമ്മൾ ഇതാ ഞാൻ കർത്താവിന് വേണ്ടിയുള്ള ഒരാളാണ് എന്ന ഒരു ഉറപ്പിൽ ആയിരിക്കുകയാണ്. എനിക്ക് ഇനി വേറൊരു ഡിസ്ട്രാക്ഷൻ ഇല്ല, വേറെ എന്നും എന്നെ എന്റെ കർത്താവിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല, വേറൊരു പ്രപ്പോസൽ എനിക്ക് വേണ്ട എന്ന ഞാൻ എന്റെ ദൈവത്തിനുള്ളതാണ് എന്ന മനസ്സിന്റെ ആ ഉറപ്പിക്കൽ നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടക്കാം.